സർ, ഞങ്ങൾക്ക് രാജുവിനെയും വില്യംസിനെ ഒന്ന് കാണണമായിരുന്നു. നിങ്ങൾ അവരുടെ ആരാ? അത് കസിൻസാ. പിള്ളേ സാർ, വേഗം കണ്ടിട്ട് പൊയ്ക്കോളണം. ഇവർക്ക് ആ സെല്ലൊന്ന് കാണിച്ചു കൊടുക്കുക. ശരി സാർ. ചെല്ല്. വരൂ. വേഗം കണ്ടിട്ട് പൊക്കോണം. എടോ ഇങ്ങ് വന്നേ. സാർ ഇങ്ങ് അടുത്ത് വാടോ. തനിക്ക് വല്ലതും തോന്നുന്നുണ്ടോ? ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. അതല്ലടോ, ആ പെൺകുട്ടികളെ കണ്ടിട്ട് തനിക്ക് വല്ലതും തോന്നുന്നുണ്ടോ? അയ്യോ, ആ പ്രായമൊക്കെ കഴിഞ്ഞില്ലയോ സാറേ? നോൺസെൻസ്. എടോ, അത് ആ വീഡിയോക്കാരുടെ തീവ്രവാദ സംഘത്തിൽപ്പെട്ട പെൺകുട്ടികളാണെന്നാ തോന്നുന്നത്. അയ്യോ സാർ, എന്നാൽ എനിക്കൊന്ന് ലീവ് വേണം. എല്ലാവരോടും അലർട്ടായിട്ടിരിക്കാൻ പറ. എന്താണ് അവരുടെ പ്ലാൻ എന്ന് എനിക്കൊന്ന് അറിയണം. പോലീസുകാർ അറിയാതെ കൊണ്ടുവരണം. ഒരു 5 എണ്ണം എടുത്ത് ഒരു പാക്കറ്റ് ആക്കി കൊണ്ടുവന്നാ മതി. പോലീസുകാർ അറിയില്ല. പാക്കറ്റില് ഒരു കത്തി കൂടെ വെച്ചോ. കത്തി എന്തിനാ? പിന്നെ അല്ലാതെ കൊച്ചുകുട്ടികളെ പോലെ കടിച്ചു തിന്നണോ? മാമ്പഴം എപ്പോഴും കത്തി കൊണ്ട് പൂളി തിന്നുന്നതാ അതിന്റെ ഒരു ടേസ്റ്റ് അല്ലേ ശ്യാമേ? കഷ്ടം തന്നെ. ലോക്കപ്പിൽ കിടക്കുമ്പോഴാ ഒരു പുതിയ മാമ്പഴക്കൊതി. പോലീസുകാർ തരുന്ന ആഹാരം കഴിച്ച് മടുത്തതുകൊണ്ടാ. നിങ്ങളെ അവർ ശരിക്കും ഉപദ്രവിച്ചു അല്ലേ? ഇതെല്ലാം ഉസ്താദിന്റെ തലതിരിഞ്ഞ ബുദ്ധി കാരണമാ. എന്നും വൈകുന്നേരം 6 മണി തൊട്ട് 8 മണി വരെ കമ്മീഷണർ വക ഇടിയാ. ഈശ്വര, ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെങ്ങനെ? പേടിക്കണ്ട, എത്രയും പെട്ടെന്ന് ജാമ്യം ശരിയാക്കി തരുന്ന പപ്പ ഏറ്റിട്ടുണ്ട്. സമയായി പൊയ്ക്കോളൂ. രാജു,